ഇപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഇന്ന് നമ്മൾ മാങ്ങ വെച്ചിട്ടുള്ള റെസിപ്പി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നല്ല പഴുത്ത നാടൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ ഈ മാങ്ങക്ക് നാടൻ മാങ്ങ എന്നാണ് കേട്ടോ പറയുക. പഴുത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണമുള്ള മാങ്ങ ഉണ്ടല്ലോ, ഇതിന്റെ ചെറിയ സൈസിലും വരുന്നുണ്ട്. ഇത് കുറച്ചൊരു വലിപ്പമുള്ള സൈസാണ് കേട്ടോ. ഇതന്നെ ഇതിന്റെ വലിയൊരു സൈസാണ്. ഇത്രയും വലിപ്പം വരില്ല ഈ ഒരു മാങ്ങ സാധാരണയായിട്ട്. ഇതിന്റെ ഒരു മണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ദൂരത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു മാങ്ങ പഴുത്താൽ അതിന്റെ മണം എത്തുട്ടോ, അത്രക്ക് നല്ലൊരു മണമാണ്. അപ്പൊ നമ്മളിതാ ഇവിടെ 4 നാടൻ മാങ്ങ പഴുത്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് ഇതുപോലെ ഞെട്ടി കളഞ്ഞിട്ട് തൊലി ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഉരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ കടുമാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു കറയുള്ള മാങ്ങയല്ലേ, അതാണ് കേട്ടോ സംഭവം ഇത്. പിന്നെ മലപ്പുറം ഭാഗത്ത് നാടൻ മാങ്ങ എന്നാണ് പറയുക. അപ്പൊ നിങ്ങൾ വേറെ എന്തെങ്കിലും പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അതാ ഇതുപോലെ മാങ്ങയെല്ലാം തൊലി ഉരിച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഒരു മൺചട്ടിയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ഒരുപാട് വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ മാങ്ങ ഭയങ്കര മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ കറിക്ക് ചെറുതായിട്ടൊരു മധുരം ആ ഒരു പുളിൻ്റെ ഇടയിലൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 പച്ചമുളക് കീറിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മാങ്ങ നന്നായിട്ട് വെന്ത് ഒന്ന് അലിഞ്ഞു വരണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ എത്രത്തോളമാണ് കട്ട് വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. തിളച്ച് വരണ്ട, ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യമായിട്ട് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് കട്ടയായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുത്ത് പൊട്ടി വന്നതിന് ശേഷം പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിമിൽ നിന്ന് ഒന്ന് പൊക്കി പിടിച്ചിട്ട് അപ്പോൾ ഈ ഒരു ഓയിൽ നല്ല ചൂടുണ്ടാവും. ഒരു ചൂടുള്ള ഓയിലിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഫ്ലെയിമിൽ വെച്ചാൽ മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞു പോകാതെ ആ ഒരു ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മുളക് പൊടിയും കൂടെ ഒന്ന് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദ് തന്നെയാണ് കേട്ടോ കറിക്ക്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ഫേസ്ബുക്ക് പേജ് ആണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്